ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 14. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോൺവെക്സ് ലെൻസിന്റെ ഇമേജസ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? കോൺവെക്സ് ലെൻസ് അഥവാ കൺവേർജിംഗ് ലെൻസ് ഡിഫറെന്റ് പൊസിഷൻസിലുള്ള ഒബ്ജക്റ്റുകളുടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്ടറും വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജസുകൾ ഒന്ന് കാണാം. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് ഞാനൊരു മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഇമേജസുകൾ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പൊസിഷനും വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ ഈ ഒബ്ജക്റ്റ് അതിന്റെ ഫോക്കസ് ലെങ്തിനും അതിന്റെ ഇരട്ടി ദൂരത്തിനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ലാർജർ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. ഈ ഒരു കണ്ടീഷനാണ് പ്രൊജക്ടറിൽ യൂസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞൻ പ്രൊജക്ടർ ഉണ്ടാക്കി തന്നെ നമുക്കിത് മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലെ ലെൻസ് പ്ലേസ് ചെയ്യാൻ ഇതേ രീതിയിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഹോളിന്റെ ഭാഗത്തായിട്ട് നമുക്കൊരു കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട എഫിനും 2Fനും ഇടയിലുള്ള പൊസിഷനിൽ നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മാഗ്നിഫിക്കേഷനോട് കൂടി ഇമേജ് കിട്ടുന്ന നമ്മുടെ ഒരു കുഞ്ഞൻ പ്രൊജക്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന പ്രൊജക്ടറുകളിൽ ഉയർന്ന ക്വാളിറ്റിയും മാഗ്നിഫിക്കേഷനും കിട്ടാനായിട്ട് ലെൻസുകളുടെയും മിററുകളുടെയും കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക് പ്രിൻസിപ്പിൾ ഈ കാണുന്നതാണ്. ഇവിടെ കിട്ടിയ ഈ ഒരു തലതിരിഞ്ഞ ഇമേജ് നേരെയാക്കാൻ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക?